കോട്ടയത്തെ കേരള കോൺഗ്രസ് ഡെർബിയിൽ ആര്? ഇതൊരു നാട്ടങ്കമാണ്. ഞങ്ങളാണ് ശരിക്കുള്ള കേരള കോൺഗ്രസ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത LDF, UDF മുന്നണികളിലെ കേരള കോൺഗ്രസുകൾക്കുണ്ട്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും കേരള കോൺഗ്രസ് മാണി വിഭാഗവും ഇവർ തമ്മിലുള്ള ജോസ് കെ മാണി വിഭാഗവും ഇവർ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിനാണ് കോട്ടയം ഇത്തവണ വേദിയാകുന്നത്. ഇതിൽ ജോസ് കെ മാണിക്ക് തെളിയിക്കാൻ ഒരുപാടുണ്ട്. കാരണം തോമസ് ചാഴിക്കാടൻ കഴിഞ്ഞ തവണ ജയിച്ച UDF നിന്ന് ജയിച്ച MP ആണ്. അപ്പോൾ കേരള കോൺഗ്രസിന്റെ ലെഗസി എന്നോടൊപ്പമാണ്. കെ മാണിയെ പോലെ തന്നെയുള്ള സ്വാധീനം എനിക്കും എൻ്റെ പാർട്ടിക്കുമുണ്ട്. ഞാൻ എവിടെ നിൽക്കുന്നോ അവിടെ വീഴും കേരള കോൺഗ്രസ് വോട്ടുകൾ. ഇത് തെളിയിക്കുക എന്നുള്ളത് ജോസ് കെ മാണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് തന്നെ പ്രധാനമാണ്. മറുവശത്ത് കേരള കോൺഗ്രസ് വോട്ടുകൾ അങ്ങനെ LDFിലേക്ക് പോവില്ല എന്ന് തെളിയിക്കാനുള്ള അവസരമാണ് UDFിന്. ഇപ്പോൾ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റുകളൊക്കെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ജോസ് കെ മാണിക്ക് കിട്ടി. പക്ഷേ അതിന്റെ ആ ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ട് കിട്ടിയത് മാത്രമല്ല എന്ന് തെളിയിക്കണമെങ്കിൽ കോട്ടയം സീറ്റ് ജയിച്ചേ പറ്റൂ. അതെ, അതായത് കേരള കോൺഗ്രസ് എന്നുള്ള നിലയിൽ ഞങ്ങൾ ശക്തരാണ്. ഞങ്ങൾ ഏത് മുന്നണിയിൽ നിൽക്കുന്നോ ആ ഇടത്ത് കേരള കോൺഗ്രസ് വോട്ടുകൾ വീഴും. UDFിൽ നിന്ന് പിണക്കി അയച്ചത് വലിയ തെറ്റായി പോയി എന്ന് UDF നേതൃത്വത്തെ മനസ്സിലാക്കി കൊടുക്കാനുള്ള അവസരമാണ് ജോസ് കെ മാണി. കാലാകാലങ്ങളായിട്ടുള്ള ഒരു വിശ്വാസമാണ് കേരള കോൺഗ്രസ് വോട്ടുകൾ എന്ന് പറയുന്നത് എപ്പോഴും UDFിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നുള്ളത്. പക്ഷേ UDFിനോട് ചേർന്നല്ല, ഞങ്ങളുടെ ഭാഗത്ത് വോട്ട് വീഴും. അദ്ദേഹത്തിന് പാലയിൽ തെരഞ്ഞെടുപ്പ് തോൽവി നേരിട്ടതാണ്. പക്ഷേ കോട്ടയത്ത് ചാഴികാടനെ ജയിക്കുക എന്നുള്ളത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം. അപ്പോ നോക്കാം നമുക്ക് ആരാണ് മുന്നിൽ കോട്ടയത്ത്. വരട്ടെ ജീപ്പ്. ഫ്രാൻസിസ് ജോർജ് 42% വോട്ടുമായി കോട്ടയത്ത് മുൻപിൽ നിൽക്കുമ്പോൾ തോമസ് ചാഴിക്കാടൻ 39 ഉള്ളൂ. 3 പോയിന്റിന്റെ ലീഡ് ഫ്രാൻസിസ് ജോർജിന് തോമസ് ചാഴിക്കാടനേക്കാൾ. കഴിഞ്ഞ പ്രാവശ്യം 1% ആയിരുന്നു, അത് ഇപ്രാവശ്യം 3% ആക്കുന്നു. ഫ്രാൻസിസ് ജോർജ് നില മെച്ചപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, സ്ഥാനാർത്ഥികൾ നിറഞ്ഞു, ചിഹ്നം കിട്ടാതെ ഇത്രയും നാൾ അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു. ഏറ്റവും അവസാനം ഓട്ടോ ചിഹ്നം കിട്ടി. ഈ ചിഹ്നം കിട്ടുന്നത് വൈകിയത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു. പക്ഷെ എന്നിട്ടും നമ്മളുടെ അഭിപ്രായ സർവേ ഫലം അനുസരിച്ച് ഫ്രാൻസിസ് ജോർജ് മുന്നിൽ. ചിഹ്നത്തിലൊന്നും വലിയ കാര്യമില്ല. 3 പോയിന്റിന്റെ ലീഡ്. കഴിഞ്ഞ തവണ ഒരൊറ്റ പോയിന്റിന്റെ ലീഡ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ സർവേയിലാണ് കേട്ടോ, കഴിഞ്ഞ ഇലക്ഷനിലല്ല. തോമസ് ചാഴിക്കാടന് 39, ഫ്രാൻസിസ് ജോർജിന് 42 എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രൊജക്ഷനെങ്കിൽ ഒരു മാസം മുൻപുള്ള പ്രൊജക്ഷൻ അത് 41, 42 എന്നുള്ളതായിരുന്നു. അതായത് ഫ്രാൻസിസ് ജോർജ് 42 സ്റ്റേബിളായി നിൽക്കുന്നു. തോമസ് ചാഴിക്കാടൻ 41 നിന്ന് 39 ഇറങ്ങുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ സർവേ നടത്തുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയുടെ കാൻഡിഡേച്ചർ ജസ്റ്റ് അനൗൺസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം കളത്തിലേക്ക് വന്നിരുന്നില്ല. തുഷാർ വെള്ളാപ്പള്ളി വന്നതിന് ശേഷം 5% വോട്ട് വർധനവ് NDA ഉണ്ടാക്കുന്നു. 10 പ്രൊജക്ഷനെങ്കിൽ അത് 15 ആയിരിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം PC തോമസ് മത്സരിച്ച് അവിടെ 17% വോട്ട് പിടിച്ച സ്ഥലമാണ്. അതെ, 17.4. പക്ഷെ അത് PC തോമസ് ആണ്. പക്ഷേ ഈ തുഷാർ വെള്ളാപ്പള്ളിയുടെ അഭിലാഷ് പറഞ്ഞ കാര്യം 10% ആദ്യഘട്ടത്തിൽ വന്നു. നമ്മുടെ ആദ്യഘട്ട സർവേയിൽ ഇപ്പോൾ 15% ആകുന്നു. തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യത്തിനും തെരഞ്ഞെടുപ്പിലെ മത്സരത്തിനും ഇവിടുത്തെ ഫലത്തെ പല തരത്തിൽ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. കാരണം തുഷാർ വെള്ളാപ്പള്ളി അവിടെ വോട്ട് പിടിക്കുന്നതനുസരിച്ച് SNDP അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ വോട്ടുകൾ CPMന് കിട്ടേണ്ട, പ്രത്യേകിച്ചും കോട്ടയം പരിസരത്ത് കിട്ടേണ്ട വോട്ടുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത. അതുപോലെ തന്നെ BDJSന് വോട്ട് കൊടുക്കാൻ താല്പര്യമില്ലാത്ത ഹിന്ദുക്കളിൽ ഒരു ഹിന്ദു വിഭാഗം അത് UDFിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യം 2 തരത്തിൽ UDFിന് ഗുണമാകാനാണ് സാധ്യത. അപ്പോ ഈ ഇലക്ഷനെ, അതായത് കേരള കോൺഗ്രസ് നാട്ടങ്കത്തെ നിർണ്ണയിക്കുന്ന പല ഘടകങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പല പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് വർക്ക് ചെയ്താൽ കോട്ടയത്ത് പലതും നടക്കാം. പക്ഷേ ഇപ്പോൾ UDFിലുള്ള കേരള കോൺഗ്രസ് ചിഹ്നം പോലുമില്ലാതെ 3 പോയിന്റിന് മുന്നിലാണ് എന്നുള്ളതാണ് നമുക്ക് കോട്ടയത്തെ കുറിച്ച് ഇപ്പോൾ സാമാന്യമായി പറയാൻ കഴിയുന്ന ഒരു കാര്യം. ഈ ജീപ്പ് പോക്കോട്ടെ അല്ലേ?